ഗ്രാവിറ്റേഷണൽ വേവ്സും ടൈം ട്രാവലും തമ്മിൽ എന്താണ് ബന്ധം? വെള്ളത്തിന്റെ സർഫസിൽ ഫോം ചെയ്യുന്ന ഓളങ്ങൾ പോലെ തന്നെ സ്പേസ് ടൈമിൽ ഫോം ചെയ്യുന്ന ഓളങ്ങളാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. ബട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. രണ്ട് ബ്ലാക്ക് ഹോൾസ്, രണ്ട് ന്യൂട്രോൺ സ്റ്റാർസ് കൊളൈഡ് ചെയ്യുമ്പോൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുമ്പോഴൊക്കെയാണ് നാച്ചുറലി ഇതുപോലുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ആൽക്കുബറീസ് റാപ്പ് ഡ്രൈവ്, വേം ഹോൾ, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ബേസ്ഡ് ടൈം ട്രാവൽ പോലുള്ള തിയററ്റിക്കലി പോസിബിൾ ആവുന്ന ടൈം ട്രാവൽ കൺസെപ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അതിൽ കോമൺ ആയിട്ട് കാണാനായിട്ട് കഴിയും. സോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, റാപ്പ് ഡ്രൈവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൈം ട്രാവൽ പോസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് യൂണിവേഴ്സിൻ്റെ എവിടെയെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിൻ്റെ എവിടെ ഇരുന്നും ഇത് ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കും. നമ്മുടെ കറണ്ട് ലെവൽ ഓഫ് സിവിലൈസേഷൻ വെച്ചിട്ട് ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. എന്നാൽ യൂണിവേഴ്സിൻ്റെ എവിടെയെങ്കിലും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ടൈം ട്രാവൽ പോസിബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭൂമിയിൽ ഇരുന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും.